നമസ്കാരം. ഞാൻ വിജി വർഗീസ്, അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ, EPFO മേഖലാ കാര്യാലയം, തിരുവനന്തപുരം. കഴിഞ്ഞ വീഡിയോയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് നിങ്ങളുടെ UAN ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ UAN ഫേസ് ഓതന്റിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. EPFO അതിൻ്റെ സേവനങ്ങൾ ഡിജിറ്റലായും കൂടുതൽ സൗകര്യപ്രദമായുമാക്കാൻ നിരന്തരം ശ്രമിച്ചു വരുന്നു. ഈ സംരംഭത്തിൻ്റെ ഭാഗമായി 2025 ഏപ്രിൽ മുതൽ FAT അഥവാ ഫേസ് ഓതൻറ്റിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് UAN യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ജനറേറ്റ് ചെയ്യുവാനും അത് ആക്ടിവേറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ ഏതൊരു ജീവനക്കാരനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് UAN ജനറേറ്റ് ചെയ്യാൻ കഴിയും. കൂടാതെ UAN ഉണ്ടെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുവാനും കഴിയും. ഈ സേവനം ലഭ്യമാകാൻ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, സ്മാർട്ട് ഫോൺ ഇവ ആവശ്യമാണ്. നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഭാരത് സർക്കാരിൻ്റെ ഉമാങ് ആപ്പും ആധാർ ഫേസ് RD ആപ്പും ഡൗൺലോഡ് ചെയ്യണം. ഇനി നിങ്ങളുടെ UAN ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉമാങ് ആപ്പ് തുറക്കുക. UAN അലോട്ട്മെൻറ്റ് ആൻഡ് ആക്ടിവേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും നൽകുക. ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. ആധാർ വെരിഫിക്കേഷൻ അനുവദിക്കുക. സെൻഡ് OTP അമർത്തുക. നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്ന OTP നൽകുക. നിങ്ങളുടെ ആധാർ നമ്പർ മറ്റൊരു UANൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും. മറ്റു UAN ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ തുടരാൻ ആവശ്യപ്പെടും. അതിന് അനുമതി നൽകുക. ശേഷം നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്യുക. ആവശ്യമായ വിവരങ്ങൾ ആധാർ ഡാറ്റാബേസിൽ നിന്ന് എടുക്കുകയും നിങ്ങളുടെ UAN ജനറേറ്റ് ആവുകയും ചെയ്യും. നിങ്ങളുടെ മൊബൈലിലോട്ട് SMS ആയി UAN ലഭിക്കും. ഇത് ഓട്ടോ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള UAN ആണ്. ഒരു ടെമ്പററി പാസ്വേഡും SMS ആയി നിങ്ങൾക്ക് ലഭിക്കും. EPFOയുടെ മെമ്പർ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡ് മാറ്റുവാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ ഓൾറെഡി UAN ഉള്ള ഒരു വ്യക്തിയും നിങ്ങളുടെ UAN ആക്ടിവേറ്റ് ചെയ്തതും ആണെങ്കിൽ പോലും ഫേസ് ഓതൻറ്റിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ സ്ഥിരീകരണം നിങ്ങൾക്ക് നടത്തുവാൻ കഴിയുന്നതാണ്. അതിൻ്റെ പ്രക്രിയ വിശദീകരിക്കുന്നു. ഉമങ് ആപ്പ് തുറക്കുക. UAN ആക്ടിവേഷൻ എന്ന ഓപ്ഷനിൽ പോകുക. UAN, ആധാർ, മൊബൈൽ നമ്പർ ഇവ നൽകുക. ശേഷം ആധാർ അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ അനുവദിക്കുക. സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു OTP ലഭിക്കും. അത് നൽകുക. ഫേസ് ഓതൻറ്റിക്കേഷൻ അനുവദിക്കുക. ശേഷം നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്യുക. വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം താൽക്കാലിക പാസ്വേഡ് SMS ആയി നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളുടെ ഫോട്ടോയും അഡ്രസ്സും UANൽ ഈ സമയം രേഖപ്പെടുത്തുന്നതാണ്. ഇതുകൂടാതെ UAN നേരത്തെ ആക്ടിവേറ്റ് ആക്കിയവർക്കും ഇപ്പോൾ ഈ ഫേസ് ഓതൻറ്റിക്കേഷൻ വഴി അതിൻ്റെ സ്ഥിരീകരണം നടത്താവുന്നതാണ്. അത് എപ്രകാരമാണെന്ന് നോക്കാം. ഉമങ് ആപ്പ് തുറക്കുക. ഫേസ് ഓതൻറ്റിക്കേഷൻ ഓഫ് ഓൾറെഡി ആക്ടിവേറ്റഡ് UAN ക്ലിക്ക് ചെയ്യുക. അനുമതി നൽകുക. ഫേസ് ഓതൻറ്റിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്യുക. സിസ്റ്റം നിങ്ങളുടെ UAN, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ ഇവ പരിശോധിച്ച് വെരിഫൈ ചെയ്യും. വെരിഫിക്കേഷനോടൊപ്പം EPFO ഡാറ്റാബേസിൽ നിങ്ങളുടെ ഫോട്ടോയും അഡ്രസ്സും സൂക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉമങ് ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ EPFO കസ്റ്റമർ സപ്പോർട്ടുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫേസ് ഓതൻറ്റിക്കേഷൻ ഉപയോഗിക്കൂ. ഫേസ് ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് തടസ്സമില്ലാതെ EPFO സേവനങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ വൈകാതെ നിങ്ങളുടെ UAN ഫേസ് ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കുക. ഇതുപോലെ സത്യസന്ധവും പ്രയോജനകരവുമായ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം മുതലായ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുവാനും മറക്കേണ്ട. നമസ്കാരം.